ഹലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് ആണ്. പലപ്പോഴും പല ബിസിനസ്സുകാരും അണ്ടർമൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ബിസിനസ് ചെയ്യാൻ പോകുന്ന ആ രാജ്യത്തെ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. പല ഇന്റർനാഷണൽ ഫേംസും അവരുടെ പല മാർക്കറ്റിംഗ് ക്യാമ്പയിനും പൊളിഞ്ഞു പോകുന്നുള്ള ഒരു കാരണം സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് പ്രോപ്പർട്ട് അനലൈസ് ചെയ്യാതെ അവിടെ പോയിട്ട് ബിസിനസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് സോഷ്യൽ കൾച്ചറൽ എൻവയോൺമെന്റ്? അതിനകത്ത് എന്തെല്ലാം വരും? ശരിക്കും ഒരു സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അവിടുത്തെ ബിലീവ്സ് ഉണ്ട്, ഡിസയേഴ്സ് ഉണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ, അതിനോടുള്ള അവരുടെ ആ ഒരു ഓവർവ്യൂ എങ്ങനെയാണ്, അവരുടെ കസ്റ്റംസ് ഉണ്ട്. അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല, ഓരോ പീരീഡ് ഓഫ് ടൈം ചേഞ്ചസ് വരുന്ന ഒരു കാര്യമാണ്. ലുക്ക് അറ്റ് അവർ സൊസൈറ്റി. കേരളം എന്ന് പറഞ്ഞ ഒറ്റ സ്റ്റേറ്റ് തന്നെ എടുത്താൽ മതി. കഴിഞ്ഞൊരു 50 വർഷം കൊണ്ട്, 5 ഡീക്കേഡ് കൊണ്ട് എത്രത്തോളം ചേഞ്ചസ് ആണ് വിത്ത് റെസ്പെക്ട് ടു സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ചേഞ്ച് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ച് ബിസിനസിന്റെ സ്ട്രാറ്റജീസ് മാറുകയും ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ശരിക്കും നമ്മുടേത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസംഷൻ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ പുതിയ പ്രൊഡക്ട്സിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. അതിനനുസരിച്ച് ആ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിന് ഒപ്പമാകുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഫാക്ടറിന്റെ മാക്സിമം യൂട്ടിലിറ്റി നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് മൾട്ടി കൾച്ചറൽ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കൊണ്ട് ഒരിക്കലും അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പല മൾട്ടിനാഷണൽ കമ്പനികളും ഒരു പ്രൊഡക്റ്റിന്റെ പല വേരിയൻസ്, പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസ്, ക്വാളിറ്റി, പലതരത്തിലുള്ള ടേസ്റ്റിൽ ഒക്കെ സാധനങ്ങൾ ഇറക്കുന്നതിനുള്ള കാരണം. അപ്പോൾ ആ ഒരു കൺസംഷൻ ബിഹേവിയർ ഓരോ ഗ്രൂപ്പ്സിൻ്റെയും കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന സാധനങ്ങൾ ഓഫർ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ശരിക്കും ഓരോ സൊസൈറ്റിയിലും ഓരോ കൾച്ചറിലും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് വ്യത്യാസം ഉണ്ടാവും. മെത്തേഡ് ഓഫ് കൺസംഷൻ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി എല്ലാം വ്യത്യാസം ഉണ്ടാവും. പർപ്പസ് ഓഫ് ദി കൺസംഷൻ, ഒക്കേഷൻ ഓഫ് ദി കൺസംഷൻ വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം ഭയങ്കര വ്യത്യാസങ്ങളുള്ളത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് വേണം നമ്മളെ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ മാർക്കറ്റ് വരുന്നത് ഓണത്തിനാണ്. ക്രിസ്മസിന് അത്രയും വലിയ മാർക്കറ്റ് ഇല്ല. പക്ഷെ അതേസമയം തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ പൊങ്കൽ, ദീപാവലി അങ്ങനെയുള്ള സമയത്തായിരിക്കും അവിടുത്തെ മാർക്കറ്റ് കുറച്ചുകൂടി വൈബ്രന്റ് ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഹോളി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ദീപാവലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമയത്തായിരിക്കും മാർക്കറ്റ് വൈബ്രന്റ് ആവുക. സി, ദ ടൈമിംഗ് മാറ്റേഴ്സ്. അപ്പൊ ആ പർപ്പസ് അല്ലെങ്കിൽ അതിന്റെ ടൈം ആൻഡ് ഈ മെത്തേഡ് ഓഫ് കൺസെപ്ഷൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തതിന് ശേഷമായിരിക്കണം അവരുടെ പ്രൊഡക്ട്സ് അവർ ലോഞ്ച് ചെയ്യുകയും അതിനനുസരിച്ച് അവരുടെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ കൃത്യമാക്കുകയും ചെയ്യുന്നത്. അപ്പൊ എന്ത് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യണം, എന്ത് മാർക്കറ്റിംഗ് ടാക്ടിക്സ് ഉപയോഗിക്കണം, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യണം ശരിക്കും ഒരു സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചറുമാണ്. അപ്പോൾ ഈ കൾച്ചറൽ ഡൈമെൻഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെല്ലാം കൃത്യമായി അലോക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കൃത്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി ഗ്ലോബൽ എൻവയോൺമെന്റിന് പറ്റുന്ന രീതിയിൽ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്ത് ആവശ്യത്തിനുള്ള ചേഞ്ചസ് വരുത്തുന്ന, കാലാനുസൃതമായിട്ടുള്ള ചേഞ്ചസ് വരുത്തുന്ന ആൾക്കാർക്ക് മാത്രമേ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റിന്റെ മാക്സിമം ബെനിഫിറ്റ് എടുക്കാനും പ്രൊഡക്ട്സ് സക്സസ്ഫുൾ ആയിട്ട് ലോഞ്ച് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിനെ അഫക്ട് ചെയ്യും, ഗുഡ് വില്ലിനെ അഫക്ട് ചെയ്യും, കോമ്പറ്റീവിനെ അഫക്ട് ചെയ്യും, അവസാനം നിങ്ങളുടെ മാർക്കറ്റ് ഷെയർ ഇല്ലാതായിട്ട് നിങ്ങൾ ലോസിലേക്ക് പോവുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ട ഒരു എൻവയോൺമെന്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ആസ് ഓഫ് നോ ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്. കാരണം ഈ സയന്റിഫിക് നോളജും സ്കില്ലും ഒരു ബിസിനസ്സിലോ എൻഷുർ ചെയ്യാന്നുള്ളത് അത് ശരിക്കും ദാറ്റ്സ് എ നീഡ് ഓഫ് ദ ഡേ. കാരണം ടെക്നോളജിക്കലി ഏറ്റവും ഹൈ എൻഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ അല്ലാതെ ബാക്കിയെല്ലാം താഴേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് നീഡ്സ് ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദ ന്യൂ ടെക്നോളജി. പലപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് ടെക്നോളജിനെ കാണുന്നത്. അപ്പോൾ ഇഫ് യു വാണ്ട് ടു കോമ്പീറ്റ്,
then you need to invest in the newest technology. അപ്പോൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ഏറ്റവും ഒരു എന്താ പറയുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഫോർ എൻഷുറിങ് ദ സക്സസ് ഓഫ് എ ബിസിനസ്. ഇതിൽ പലതരത്തിലുള്ള സിഗ്നിഫിക്കൻസുകൾ പറയും. ഇതിൽ ഒരു പ്രൊഡക്ഷന്റെ പ്രോസസ്സിലുള്ള ടെക്നോളജിക്കൽ സിഗ്നിഫിക്കൻസ് വരാം, അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ കേസിലേക്ക് വരാം, അതിന്റെ കമ്മ്യൂണിക്കേഷന്റെ കേസിലേക്ക് ടെക്നോളജി ഇന്റഗ്രേഷൻ വരാം. ഇതെല്ലാം ശരിക്കും അവരുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെയും അഫക്ട് ചെയ്യും, അവരുടെ പ്രോസസ് ഫ്ലോയിനെയും ശരിക്കും അഫക്ട് ചെയ്യും. അപ്പൊ ഈ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ശരിക്കും നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില ആസ്പെക്ട്സ് കൺസിഡർ ചെയ്തിട്ട് വേണം ആ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട്. അതിൽ ഒന്നാമത്തെ ആസ്പെക്ട് ആണ് ലെവൽ ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. ഇപ്പൊ ചില രാജ്യങ്ങളിൽ ആ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വളരെ കുറവായിരിക്കും, ചിലയിടത്ത് ഒരു ഗ്രോയിങ് സ്റ്റേജിലായിരിക്കും, ചിലത് വളരെ ഡെവലപ്ഡ് ആയിട്ടൊരു സ്റ്റേജിലായിരിക്കും. രണ്ടാമതൊരു കാര്യമാണ് ഹൗ ഫാസ്റ്റ് വി ആർ അഡാപ്റ്റിംഗ് ടു ദ ടെക്നോളജി. എത്രത്തോളം സ്പീഡിലാണ് ടെക്നോളജി നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് നമ്മൾ ടെക്നോളജി, ഇൻഡിജീനിയസ് ആണോ അതോ പുറത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണോ? അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടെക്നോളജി ട്രാൻസ്ഫറിന് എത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അപ്പൊ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? അതുപോലെ അബ്സോർപ്ഷൻ ഓഫ് ടെക്നോളജി, ഹൗ ഫാസ്റ്റ് യു ആർ അബ്സോർബിംഗ് ദ ടെക്നോളജി, എത്രത്തോളം ഇവിടെ പെട്ടെന്ന് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, വൈഡ് സ്പ്രെഡ് ആവുന്നുണ്ട്. ആ ഒരു പേസും നമ്മൾ നോക്കിയിട്ടാണ് ആ ടെക്നോളജി എൻവയോൺമെന്റ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ എന്താണ് ടെക്നോളജി ട്രാൻസ്ഫർ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഡിസെമിനേറ്റിംഗ് കൊമേഴ്സ്യൽ ടെക്നോളജി. വേറെ ഒന്നുമല്ല, ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്നും ഡെവലപ്പിംഗോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്നുള്ളത്. പലപ്പോഴും പല അണ്ടർ ഡെവലപ്ഡോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയ രാജ്യങ്ങൾക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അധികം ഫണ്ടുകൾ മുടക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ദേ വിൽ ബൈ ഔട്ട് ദ ടെക്നോളജി ഫ്രം അതർ കൺട്രീസ്. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് അത് മേടിക്കും. അതാണ് സാധാരണ ചെയ്യുന്നത്. അതിനാണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ടെക്നോളജി അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് റെഫേഴ്സ് ടു ദി അക്വിസിഷൻ, ഡെവലപ്മെന്റ്, അസിമിലേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജിക്കൽ നോളജ് ആൻഡ് കേപ്പബിലിറ്റി ബൈ എ ഫേം. അത് ട്രാൻസ്ഫറിങ് ആൻഡ് റിസീവിംഗ് എന്റിറ്റീസിന് തമ്മിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ടെക്നോളജി അബ്സോർപ്ഷൻ ശരിക്കും രണ്ട് തരത്തിലുണ്ട്. ടെക്നോളജി അഡോപ്ഷൻ ഉണ്ട്, ടെക്നോളജി അഡാപ്റ്റേഷൻ ഉണ്ട്. ടെക്നോളജി അഡോപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജിയിൽ യാതൊരു ചേഞ്ചസും വരുത്താതെ ആസച്ച് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ടെക്നോളജി അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മൊബൈൽ ഫോൺ, ഓൺലൈൻ ഷോപ്പിംഗ്, സോഷ്യൽ മീഡിയ, അത് ആ ടെക്നോളജി ആസച്ച് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തത്. അത് ടെക്നോളജി അഡോപ്ഷനാണ്. നേരെ മറിച്ച് അതിന്റെ പാരാമീറ്റേഴ്സിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ടെക്നോളജി അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്സ്, പുറമേ രാജ്യങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്തൊരു ഓപ്ഷൻ വന്നേക്കുന്നത് UPI പേയ്മെന്റ്സ് ആണ്. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യണം. സോ ദാറ്റ്സ് ആൻ അഡാപ്റ്റേഷൻ ഓഫ് ദി ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ഉണ്ട്, പക്ഷെ അതിനൊരു പുതിയൊരു മോഡൽ നമ്മൾ അതിനെ കൊണ്ടുവരുന്നു. ദെൻ ടെക്നോളജി അക്വിസിഷൻ ആണ്. ടെക്നോളജി അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ ദി അക്വയറിംഗ് ടെക്നോളജി ബൈ ബിക്കമിങ് ഓണർ വിച്ച് ലീഡ്സ് ഫേം സ്പെസിഫിക് ടെക്നോളജിക്കൽ നോളജ് ആൻഡ് അഡ്വാൻറ്റേജ്. പലപ്പോഴും മറ്റു രാജ്യങ്ങളിലുള്ള ടെക്നോളജി ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനായിട്ടോ അല്ലെങ്കിൽ അത് വൈഡ് സ്പ്രെഡ് ചെയ്യാനായിട്ടോ ആ ടെക്നോളജി ആസച്ച് അബ്സോർബ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ടെക്നോളജി അക്വിസിഷൻ എന്ന് പറയും. പലപ്പോഴും പല ഫേമുകളും ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫേമുകളെ അബ്സോർബ് ചെയ്തിട്ട് ആ ടെക്നോളജി വൈഡ് സ്പ്രെഡ് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഗൂഗിൾ ഒരു ഉദാഹരണമാണ്, ഫേസ്ബുക്ക് ഒരു ഉദാഹരണം, മെറ്റ, പിന്നെ പല ഓട്ടോമൊബൈൽ കമ്പനികളും ചെറിയ ടെക്നോളജിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കമ്പനികളെ അബ്സോർബ് ചെയ്തിട്ട് ആ ടെക്നോളജി അവര് ഹൈലി ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ട് മാറ്റി പ്രോഫിറ്റബിൾ ആക്കി മാറ്റുന്ന ഒരു സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ് എന്താണ്, അതെങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫേമിനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതും, ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് എന്താണ്, പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസും, ടെക്നോളജി ട്രാൻസ്ഫർ, ടെക്നോളജി അബ്സോർപ്ഷൻ, ടെക്നോളജി അഡോപ്ഷൻ, ടെക്നോളജി അഡാപ്റ്റേഷൻ ആൻഡ് ടെക്നോളജി അക്വിസിഷൻ. ഓക്കെ, താങ്ക് യു.